ഹലോ, അത്യാവശ്യം എരിവും പുളിയൊക്കെയുള്ള അടിപൊളി ചൂര മീനച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോയോളം മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാലകളായിട്ട് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 സ്പൂൺ മഞ്ഞൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വിരകി യോജിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ചായിട്ട് ഞാൻ ഇതുപോലെ ഇത് വറുത്ത് കോരുകയാണ്. വെളിച്ചെണ്ണയിലാണ് വറുത്ത് കോരുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് മാക്സിമം ഇതിൻ്റെ മുള്ള് കളയാൻ പറ്റുന്ന അത്രയും മുള്ള് കളഞ്ഞെടുക്കുക. കാരണം അച്ചാറല്ലേ ഇടുന്നത്. മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും മീനായതുകൊണ്ട് തന്നെ മുള്ള് ചെറുതായിട്ടൊക്കെ കാണും. എങ്കിലും പറ്റുന്ന അത്രയും മുള്ളെടുത്ത് മാറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി വറുത്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെയാണ് ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉലുവ ഇതൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഒരു 4 പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും പിന്നെ 15 ഒരു അല്ലിയോളം വെളുത്തുള്ളി ഞാൻ നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതൊന്ന് വെന്ത് ആ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇനി ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴൻ്റെ ആ ഒരു കറിവേപ്പിലയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പൊട്ടി ഇത്രയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം ഒരു വലിയ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും നന്നായിട്ടൊന്ന് പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഏകദേശം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കേട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വിനിഗർ ചേർക്കുന്നത്. മാത്രമല്ല അച്ചാറിനൊരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ അച്ചാറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് 1-2 കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. മാക്സിമം ഗ്ലാസ് ജാറിലിട്ട് വയ്ക്കാൻ തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മീനച്ചാർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സാധനമല്ലല്ലോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ബോട്ടിലും കൂടെ സെപ്പറേറ്റ് എടുത്ത് പുറത്ത് വയ്ക്കുക. ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ കാലം കഴിക്കാൻ പറ്റും. നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ അവസാനമായിട്ട് കായപ്പൊടി 1 സ്പൂണ്, ഉലുവപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് 1 കപ്പോളം വിനിഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റായിട്ട് എന്നാൽ ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്